ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ലോഹമാണ് സ്വർണം എന്നത്. അതിവേഗം വില വർദ്ധിക്കുന്നതും സ്വർണത്തിന് തന്നെയാണെന്ന് പറയാൻ കഴിയും. സ്വർണത്തിലെ നിക്ഷേപം എന്തുകൊണ്ട് ലാഭം തരുമെന്ന് പറയാനുള്ള പ്രധാന കാരണം കഴിഞ്ഞകാല വിലവർധനവ് തന്നെയാണ്. എന്താണ് സ്വർണത്തിന് ഇത്രയും വില കൂടാൻ കാരണമെന്ന് പലപ്പോഴും ആളുകൾക്കിടയിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. വ്യക്തികൾ വാങ്ങുന്നത് മാത്രമല്ല, നേരെ മറിച്ച് ഓരോ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകൾ മുഖേന വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി അവർ ചെയ്യുന്നത്. എത്രത്തോളം സ്വർണം കൈവശമുണ്ടോ അത്രയും രാജ്യം ഭദ്രമാണെന്ന സാമ്പത്തിക സങ്കല്പത്തിലേക്ക് ലോകം ഇപ്പോൾ കൂടുതലും മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം വാങ്ങിയ സ്വർണത്തിന്റെ കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മാത്രമായി RBI 25 ടൺ സ്വർണം വാങ്ങിയിരുന്നു. അന്തർദേശീയ തലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുന്ന ഘട്ടം കൂടിയായിരുന്നു ഇത്. മാത്രമല്ല, ഈ വേളയിൽ കൂടുതൽ വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ് RBIയുടെ അർദ്ധവാർഷിക വിദേശ കരുതൽ ധനവിനിയോഗ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ട് RBI പരസ്യപ്പെടുത്തുകയും ചെയ്തു. 2024 ഒക്ടോബർ മുതൽ കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കാലയളവിലായിരുന്നു 25 ടൺ സ്വർണം കൂടുതലും വാങ്ങിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം 57 ടൺ സ്വർണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2024 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ 32 ടൺ സ്വർണം വാങ്ങിയിരുന്നു. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണശേഖരം എന്നത് 854.73 ടൺ സ്വർണമായിരുന്നു. 2025 മാർച്ച് 31 ആയപ്പോഴേക്കും 879.59 ടണ്ണായി വർദ്ധിക്കുകയും ചെയ്തു. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇത്രയും ഉയർന്ന അളവിൽ RBI സ്വർണം വാങ്ങിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണെന്ന പ്രത്യേകതയുമുണ്ട്. സ്വർണത്തിന് 30% വില കൂടിയ വർഷം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയുടെ സ്വർണം എല്ലാ ആഭ്യന്തര തലത്തിലും സൂക്ഷിക്കുന്നില്ല എന്നതും ഒരു ശ്രദ്ധേയമാണ്. ഇന്ത്യയിലും വിദേശത്തുമായിട്ടാണ് പ്രധാനമായിട്ടും ഇവ സൂക്ഷിക്കുന്നത്. രാജ്യത്തുള്ളത് 511.99 ടൺ മാത്രമാണ് നിലനിൽക്കുന്നത്. ബാക്കിയുള്ളവ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് നിലനിൽക്കുന്നത്. ഈ രണ്ടിടത്തുമായി 348.62 ടൺ സ്വർണമാണ് പ്രധാനമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള ഘട്ടത്തിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാനും ഇത് കഴിയുന്നതായിരിക്കും. അതീവ രഹസ്യമായും സുരക്ഷിതവുമായിട്ടാണ് വിദേശത്തുള്ള സ്വർണം രാജ്യത്തേക്ക് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. മേൽ പറഞ്ഞതിന് പുറമെയായിട്ട് 18.98 ടൺ സ്വർണം ഇന്ത്യ നിക്ഷേപമായും സൂക്ഷിക്കുന്നുണ്ട്. 2024 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സൂക്ഷിച്ച സ്വർണം 408 ടൺ ആയിരുന്നു. 2024 സെപ്റ്റംബർ 30 ആയപ്പോഴേക്കും ഇത് 510.46 ടണ്ണായി വർദ്ധിക്കുകയും ചെയ്തു. വിദേശത്ത് സൂക്ഷിച്ച സ്വർണത്തിന്റെ ഒരു വിഹിതം ഇന്ത്യയിൽ എത്തിച്ചതായിരുന്നു ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം. ആഗോളതലത്തിൽ രാഷ്ട്രീയ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടി വിദേശത്തുള്ള സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ കൂടുതലും തീരുമാനിക്കുകയുണ്ടായി. 1991 ശേഷം ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. സ്വർണം അതുപോലെ ഡോളർ ഉൾപ്പെടെ വിവിധ രൂപത്തിൽ വിദേശ കരുതൽ ധനം എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ മൊത്തം വിദേശ കരുതലിൽ 11.70% സ്വർണം വരുന്നത്. നേരത്തെ ഇത് 9.32% കൂടിയായിരുന്നു. സ്വർണത്തിന്റെ ശേഖരം കൂടിയെങ്കിലും മൊത്തം വിദേശ കരുതൽ ധനം കുറയുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. 2024 സെപ്റ്റംബറിലെ കണക്കുകൾ അനുസരിച്ച് നോക്കിയാൽ വിദേശ കരുതൽ ധനം 705.78 ബില്യൺ ആയിരുന്നു. പക്ഷേ 2025 മാർച്ചിൽ ഇത് 668.33 ബില്യണായി താഴുകയും ചെയ്തു. 10.5 മാസം ഇറക്കുമതിക്ക് പര്യാപ്തമായ ശേഖരം കൂടിയാണിത്. നേരത്തെ 11.8 മാസത്തെ വിദേശ ഇറക്കുമതിക്ക് മതിയായ കരുതൽ ധനം നിലനിൽക്കുകയും ചെയ്തിരുന്നു.